തേനി ജില്ലയിലെ 4 മണ്ഡലങ്ങളിലും വലിയ പോളിംഗ് ആണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. രാവിലെ വലിയ തിരക്ക് കമ്പം മണ്ഡലത്തിലെ പല ബൂത്തുകളിലും അനുഭവപ്പെട്ടിരുന്നു. ഉച്ചയോടുകൂടി നേരിയ ഒരു കുറവ് അനുഭവപ്പെട്ടെങ്കിലും പിന്നീട് അത് മാറി വീണ്ടും തിരക്ക് വരുന്നതാണ്. വന്ന് വോട്ട് ചെയ്ത് പോകുന്നതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കമ്പം ടൗണിൽ തന്നെയുള്ള ഒരു ബൂത്തിലാണ്. ഇവിടെ ആളുകളുടെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആളുകൾ വന്ന് വോട്ട് ചെയ്ത് പോകുന്നു. ഇതിനകത്തേക്ക് ആളുകൾക്ക് കയറാൻ വേണ്ടിയുള്ള ഒരു അനുവാദമില്ല. പുറത്തുനിന്നുള്ള മാധ്യമങ്ങൾക്ക് കയറാൻ അനുവാദം ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് കയറി ആളുകളെ കാണിക്കുകയും ചെയ്യാമായിരുന്നു. എന്തായാലും ഇനി വരാനുള്ളത് തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ്. തോട്ടം തൊഴിലാളികൾ ഇടുക്കിയിലേക്ക് ഉൾപ്പെടെ പോയിരിക്കുന്ന ആളുകളുണ്ട്. കമ്പം മണ്ഡലമാണ് ഇടുക്കിയോട് അതിർത്തി പങ്കിടുന്ന ആദ്യത്തെ മണ്ഡലം എന്ന് പറയുന്നത്. തോട്ടം തൊഴിലാളികൾ ജോലി കഴിഞ്ഞ് മടങ്ങി ഉടൻ തന്നെ എത്തും. അത് അവസാന മണിക്കൂറുകളിൽ ഈ പോളിംഗ് അവസാനിക്കുന്ന നിമിഷം വരെ അവരുടെ ഒരു വലിയ തിരക്കുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പോളിംഗ് ഏജന്റും അതുപോലെ തന്നെ പോളിംഗ് ഏജന്റുമാരും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നു. എന്തായാലും വലിയ ആവേശത്തോടു കൂടി തന്നെ ആളുകൾ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നു. ബോഡി നായ്ക്കന്നൂരിൽ ഒ പനീർസെൽവം ഉൾപ്പെടെ മത്സരിക്കുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രിയാണ്. അതങ്ങനെ ഒരു താരമണ്ഡലമാണ്. അതിന്റെ ഒരു പ്രത്യേകത കൂടി ഈ തേനി ജില്ലയിലെ ഒരു മണ്ഡലത്തിനുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും 4 മണ്ഡലത്തിൽ ബോഡി നായ്ക്കന്നൂർ, കമ്പം, പെരിയകുളം, ആണ്ടിപ്പട്ടി ഈ 4 മണ്ഡലങ്ങളിലും വലിയ തരത്തിലുള്ള പോളിംഗ്, ആളുകൾ ആവേശത്തോടു കൂടി വന്ന് വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന കാഴ്ചയാണ് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.